ഇന്നലെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നുണ്ടായ ഒരു നെഗറ്റീവ് അനുഭവത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ റെസ്റ്റോറൻറ്റ് പേര് ഞാൻ ഇവിടെ പറയുന്നില്ല. ഈ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ 4 പേരാണ് ഇന്നലെ പോയത്. ഏകദേശം ഒരു 9 മണി സമയമാണ് തോന്നുന്നുണ്ട് എനിക്ക്, അപ്രോക്സിമേറ്റ് ഞങ്ങളവിടെ എത്തുമ്പോൾ. 9 മണിക്ക് ഞങ്ങളവിടെ എത്തി. കയറിയിരുന്ന് ആ സമയത്ത് ഞങ്ങളിരിക്കുന്ന ഭാഗത്ത്, ഞങ്ങളിരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു. അവിടെ ഒരു കസ്റ്റമർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മേളിൽ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് തോന്നുന്നുണ്ട്. എനിവേ, ഈ താഴെ ഞങ്ങളിരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന സപ്ലയർ വേറൊരു അറബിക് കസ്റ്റമർ കയറി വരുന്നത് കണ്ടപ്പോൾ ആദ്യം ഞങ്ങളെ അവിടെ നിർത്തിയിട്ട് നേരെ ആ കസ്റ്റമറെ കാണാൻ പോയി. അദ്ദേഹത്തോട് അവരുടെ ഓർഡർ ചോദിച്ചു. അതിനുശേഷം വീണ്ടും ഇദ്ദേഹം, ഈ സപ്ലയർ, ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങിയപ്പോഴേക്കും അടുത്തൊരു അറബിക് കസ്റ്റമർ വന്നപ്പോൾ ഇവൻ വീണ്ടും ആ ടേബിളിലോട്ട് പോയി അവരുടെ ഓർഡർ കൊടുത്തു. അതിനുശേഷമാണ് ഞങ്ങളിലേക്ക് വന്നത്. ചിലപ്പോൾ അവൻ ചിന്തിക്കുന്നത് നമ്മൾ ഇന്ത്യൻസ് ഓർഡർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫുഡ് അവർ ഓർഡർ ചെയ്യുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ അവരുടെ ബില്ല് എമൗണ്ട് കൂടുതലാവുന്നത് കൊണ്ടോ, അതല്ലെങ്കിൽ അവരോടുള്ള പ്രത്യേക, ഈ നാട്ടുകാരാണെന്നുള്ളത് കൊണ്ടുള്ള പ്രത്യേക ഒരു റെസ്പെക്റ്റ് കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ആവാം. എനിവേ, ഞങ്ങളതൊന്നും വലിയ കാര്യമാക്കിയില്ല. അവിടെ തന്നെ ഇരുന്നു. പുള്ളി വന്നു, നമ്മുടെ ഓർഡർ എടുത്ത് പോയി. ഈ 9 മണിക്ക് ഞങ്ങൾ ചെന്ന് ഓർഡർ എടുക്കാൻ ഞങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ പുള്ളി ഒരു 10-15 മിനിറ്റ് അവിടെ പോയി. അതിനുശേഷം പുള്ളി ഒരു പ്ലേറ്റിൽ കുറച്ച് പപ്പടവും എല്ലാം കൊണ്ടുവന്ന് തന്നു. ഞങ്ങളത് കഴിച്ചു. വിശപ്പുണ്ടല്ലോ, അത് കഴിച്ചു തീർന്നു. വീണ്ടും കൊണ്ടുവന്നു പപ്പടം, വീണ്ടും കൊണ്ടുവന്നു. 3 തവണ പുള്ളി ഈ പപ്പടത്തിൻ്റെ പീസുകൾ നമുക്ക് കൊണ്ടുവന്നു. ഏകദേശം 1 മണിക്കൂറും 20 മിനിറ്റും ഞങ്ങൾ ഇരുന്നിട്ടാണ് ഫുഡ് ഞങ്ങൾക്ക് പുള്ളി അവിടെ എത്തിച്ചു തന്നത്. അപ്പോഴേക്കും ഈ പപ്പടം കഴിച്ച് നമ്മുടെ വയറൊക്കെ നിറഞ്ഞു, ആ വിശപ്പൊക്കെ അടങ്ങി. നമുക്ക് പിന്നെ അവിടെ നിന്ന് എണീറ്റ് പോന്നാൽ മതിയായി. പക്ഷെ ഓർഡർ ചെയ്തുകൊണ്ടും പിന്നെ എണീറ്റ് പോരണ്ട എന്ന് വിചാരിച്ച്, അവർ എന്ത് ചെയ്യും നോക്കാമെന്നും വിചാരിച്ച്, അവരുടെ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്നും വിചാരിച്ച് അങ്ങനെ ഇരുന്നു. എന്തായാലും ഭക്ഷണം കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ഇത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം, ഒരുപാട് പപ്പടവും കഴിച്ചതിന് ശേഷം, ഇനി നമുക്ക് അമൃത് കൊണ്ടുവന്ന് തന്നാലും ചിലപ്പോൾ അത് ടേസ്റ്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല, നമുക്ക് ഫീൽ ചെയ്തോളുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ഒട്ടും ടേസ്റ്റ് ഫീൽ ചെയ്തില്ല. അതുമല്ല, ഞങ്ങളത് മുഴുവൻ കഴിക്കാൻ പറ്റാണ്ട് അവിടെ തന്നെ വച്ച് പോരുകയും ചെയ്തു. ഞാൻ പറയുന്നത് റെസ്റ്റോറൻറ്റ് സപ്ലയേഴ്സിനോടും ഓണേഴ്സിനോടാണ്. ചിലപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് ഓണർ ഇത് മനസ്സിലാക്കുന്നുണ്ടാവില്ല, അറിയുന്നുണ്ടാവില്ല ആളുകളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ അവിടെ വരുന്ന കസ്റ്റമർ വലുതോ ചെറുതോ അവൻ്റെ നാഷണാലിറ്റിയോ നോക്കിയിട്ടല്ല ട്രീറ്റ് ചെയ്യേണ്ടത്. ആദ്യം വന്നവനെ ആദ്യം ട്രീറ്റ് ചെയ്യുക. അതുമല്ലെങ്കിൽ അതിന് വേണ്ട ആളുകളെ സപ്ലയേഴ്സിനോട് നിർത്തുക. ഫുഡ് അധികം വൈകാണ്ട്, നമ്മൾ സ്റ്റാർ റെസ്റ്റോറൻറ്റ് പോയാൽ പോലും നമുക്കൊരു ഹാഫ് ആൻ അവറിലൊക്കെ ഫുഡ് കിട്ടാറുണ്ട്. ഇത് 1 മണിക്കൂറിലധികം ഒരു ഭക്ഷണം ഓർഡർ ചെയ്ത് ഒരാളുകൾ അവിടെ വെയിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവർക്കത് മടുപ്പുണ്ടാക്കും. അതോടൊപ്പം നിങ്ങൾ തരുന്ന ഈ പപ്പടം നമ്മുടെ വിശപ്പ് അങ്ങ് ഒതുക്കുകയും പിന്നെ നിങ്ങൾ എന്ത് കൊണ്ടുവന്നാലും അത് ടേസ്റ്റ് ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അത് നിങ്ങളുടെ ബിസിനസ്സിനെ പതിയെ ബാധിച്ചു തുടങ്ങും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്നലെ 4 പേര്, ഈ 4 പേരിൽ ഒരാളും ഇനി അവിടേക്ക് കയറില്ല. ഈ 4 പേര് പറയുന്ന കുറേ ഉണ്ടായിരിക്കും, അവരാരും അവിടേക്ക് ഇനി വരില്ല. മനസ്സിലാവുണ്ടോ? ഞാനിപ്പോൾ ഇതിനകത്ത് പേരൊന്നും പറയുന്നില്ല. പക്ഷേ എൻ്റെ ഫേസ് ടു ഫേസ് എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ഞാൻ പറയും, നിങ്ങളുടെ പേര് പറയും, എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇതുണ്ടായെന്ന് പറയും. സോഷ്യൽ മീഡിയയിൽ പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ആ റെസ്റ്റോറൻറ്റിൻ്റെ ആളുകൾ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഞാൻ ഇന്നലെ അവിടെ വന്നതും. അതുകൊണ്ടാണ് ഒന്നുകൂടെ പറയുന്നത്, നിങ്ങളുടെ ട്രീറ്റ് ചെയ്ത് ആ ഒരു വേ ഉണ്ടല്ലോ, വളരെ മോശമായിരുന്നു, വളരെ ബാഡായിരുന്നു. നിങ്ങളുടെ ഫുഡും അതിലേറെ മോശമായിരുന്നു. താങ്ക് യു.